അധ്യായം 7. കിരിയാത്ത് യേറാമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബീനാദാബിന്റെ ഭവനത്തിലെത്തിച്ചു. അത് സൂക്ഷിക്കുന്നതിന് അബീനാദാബിന്റെ പുത്രൻ എലെയാസറിനെ അവർ അഭിഷേകം ചെയ്തു. കർത്താവിന്റെ പേടകം അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു. ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഇസ്രായേല്യർ ബാലിന്റെയും അസ്താർത്തേയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. സാമുവൽ പറഞ്ഞു, ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവർ മിസ്പായിൽ ഒരുമിച്ചുകൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി എന്നവർ ഏറ്റുപറഞ്ഞു. മിസ്പായിൽ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേല്യരെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇസ്രായേൽക്കാർ ഭയചകിതരായി. ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്നവർ സാമുവേലിനോട് അപേക്ഷിച്ചു. സാമുവേൽ മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചു. അവൻ ഇസ്രായേലിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ ഇസ്രായേല്യരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരിടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇസ്രായേല്യർ മിസ്പായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു. അനന്തരം സാമുവൽ മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബ്നേസർ എന്നു പേരിട്ടു. അങ്ങനെ ഫിലിസ്ത്യർ കീഴടങ്ങി. പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. സാമുവലിന്റെ കാലമത്രയും കർത്താവിന്റെ കരം ഫിലിസ്ത്യർക്കെതിരെ ബലപ്പെട്ടിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു. ഇസ്രായേല്യർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്ത്യരിൽ നിന്ന് വീണ്ടെടുത്തു. ഇസ്രായേല്യരും അമൂര്യരും തമ്മിൽ സമാധാനമുണ്ടായി. സാമുവൽ തന്റെ ജീവിതകാലമത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി. ബഥേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു. അനന്തരം തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക് അവൻ മടങ്ങിപ്പോയി. അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു.